സർവൈവൽ സ്റ്റോറീസിന് വളരെയധികം പ്രാധാന്യം നമ്മൾ നൽകാറുണ്ട്. അസഹനീയമായ വേദനയിൽ നിന്നും മോചനം നേടാൻ ഒരു ഇന്ത്യൻ പൗരൻ രാഷ്ട്രപതിയോട് മരണം യാചിച്ചാലും ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. ഇൻഡോറിലെ സ്കൂൾ ടീച്ചറായ കുമാരി ചന്ദ്രകാന്ത ജഠാനിയുടെ ഹൃദയഭേദകമായ അപേക്ഷ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുന്നു. 52 വയസ്സുള്ള കുമാരി ചന്ദ്രകാന്ത ജഠാനിക്ക് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന അപൂർവമായ രോഗമാണ്. ഈ രോഗം അവരുടെ എല്ലുകളെ വളരെ ദുർബലമാക്കുകയും വീൽ ചെയറിൽ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതയാക്കുകയും ചെയ്തു. ഇതിലും സങ്കടകരമായ കാര്യം അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ ആണ്. ഈ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആക്റ്റീവ് യൂത്തനേഷ്യ അഥവാ മേഴ്സി കില്ലിംഗ് അനുമതി തേടി അപേക്ഷ നൽകിയത്. ഈ വിഷയത്തിൽ നിയമപരമായി തടസ്സം വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ സുപ്രീം കോടതി ഭരണഘടന ഉറപ്പു നൽകുന്ന റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് പാസീവ് യൂത്തനേഷ്യക്ക് മാത്രമേ അനുമതി നൽകുന്നുള്ളൂ. പാസീവ് യൂത്തനേഷ്യ എന്നാൽ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുകയോ ചികിത്സ നിർത്തുകയോ ചെയ്യുക. ഇവിടെ മരണം സംഭവിക്കുന്നത് രോഗം മൂലമാണ്. അതേസമയം ആക്റ്റീവ് യൂത്തനേഷ്യയിൽ മരണം സംഭവിക്കാൻ വേണ്ടി മാരകമായ മരുന്നുകൾ കുത്തിവെക്കണം. ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. ജഠാനിയുടെ അപേക്ഷ ആക്റ്റീവ് യൂത്തനേഷ്യക്കാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ നിയമം അനുസരിച്ച് രാഷ്ട്രപതിക്ക് പോലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിലും വലിയ നിയമപ്രശ്നം പാസീവ് ദയാവധത്തിന് പോലും 2 പ്രധാന മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നതാണ്. ടെർമിനൽ ഇൽനസ്, രോഗിക്ക് മറ്റു രക്ഷയില്ലാത്തതും മരണം അടുത്തെത്തി നിൽക്കുന്നതുമായ അവസ്ഥ. പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, ബോധമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന രോഗികൾ. കുമാരി ചന്ദ്രകാന്ത ജഠാനിക്ക് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന രോഗം കടുത്ത വേദന നൽകുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ടെർമിനൽ ഇൽനസ് അല്ല. മാത്രമല്ല അവർ പൂർണ്ണമായും ബോധവതിയാണ്. വീൽ ചെയറിലിരുന്ന് ഇപ്പോഴും അധ്യാപന ജോലി ചെയ്യുന്നുമുണ്ട്. ഇവിടെയാണ് ബയോ എത്തിക്സ് ഉയർത്തുന്ന ചോദ്യം. വേദന സഹിക്കുന്ന വ്യക്തിയെ ഇല്ലാതാക്കുകയാണോ അതോ വേദന ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സമൂഹം നടത്തുകയാണോ വേണ്ടത്? തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാം മെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.